بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وإذا رأوا تجارة أو لهوا انفضوا إليها وتركوك قائما قل ما عند الله خير من اللهو ومن التجارة والله خير الرازقين. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പന വിരോധങ്ങൾ ജീവിതത്തിൽ പകർത്തി സച്ചരിതരായി നല്ലവരായി ജീവിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മുസ്ലിങ്ങൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പ്രധാന വിഷയമാണല്ലോ ഒരു പ്രദേശത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ മുഴുവൻ
അവിടെ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ മസ്ജിദിൽ വെള്ളിയാഴ്ച അവർ ഒരുമിച്ച് കൂടുകയും ആ തടിച്ചുകൂടിയ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇമാമ് അവരോട് ദീനിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഉത്ബോധനം നടത്തുകയും ചെയ്തു വരുന്നു. ഇമാമ് നിർവഹിക്കുന്ന ഈ ഉത്ബോധന പ്രസംഗം അത് ഏത് ഭാഷയിലാകാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യം എന്ന് ഞാൻ വിശേഷിപ്പിച്ച് പറഞ്ഞത്, ലോകത്ത് ഒട്ടേറെ മതവിഭാഗങ്ങൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പുരാതന മതാനുയായികളായ ഹൈന്ദവ സമൂഹത്തിൽ മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും വൈകല്യങ്ങൾ സംഭവിച്ചപ്പോൾ അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി വന്ന പ്രവാചകന്മാരെന്ന് വിശ്വസിക്കുന്ന ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും അനുയായികൾ, അപ്രകാരം മധ്യപൗരസ്ത്യ ദേശത്ത് ജൂത ക്രൈസ്തവ മതവിഭാഗങ്ങൾ, അങ്ങനെ ലോകത്ത് ഓരോ ഇടങ്ങളിലും ഒട്ടേറെ മതാനുയായികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ മത മേലധ്യക്ഷന്മാരിൽ നിന്ന് അല്ലെങ്കിൽ മതപണ്ഡിതന്മാരിൽ നിന്ന് ആഴ്ച തോറും അവർക്ക് സാരോപദേശങ്ങൾ ലഭിക്കുക എന്നത് അവിടെ മതത്തിൻ്റെ ഒരു നിയമമായി നിഷ്കർഷിക്കപ്പെട്ടിട്ടില്ല. ഹൈന്ദവ സമൂഹത്തിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് കാണാൻ ഒട്ടും സാധ്യമല്ല. എന്നാൽ സാബത്ത് ദിനത്തിലും ആഴ്ചവട്ടത്തിൻ്റെ 7-ാം നാളിലും അഥവാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ജൂത ക്രൈസ്തവ സമൂഹങ്ങൾ അവരുടെ ദേവാലയങ്ങളിൽ തടിച്ചുകൂടാറുണ്ട്. ഒരാഴ്ചക്കകത്ത് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കാൻ അവരുടെ പള്ളിയിലെ പുരോഹിതന്മാരോട് ആവശ്യപ്പെടുന്ന കുർബാനകളാണ് അവിടെ നടന്നു വരാറുള്ളത്. അതോടൊപ്പം ബൈബിളുകളിലെയും അതുപോലെ പഴയ നിയമമായ തോറയിലെയും വചനങ്ങൾ വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു. ഇതല്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇനി അടുത്ത ആഴ്ചക്കകത്ത് അവർ പാപങ്ങൾ ചെയ്യരുതെന്നോ അവർ ചെയ്യേണ്ട വിശ്വാസങ്ങളും കർമ്മങ്ങളും സ്വഭാവങ്ങളും എന്താണെന്നോ ഒരു നിയമനിർദ്ദേശം, ഒരു ഉപദേശം പള്ളിയിലെ പുരോഹിതന്മാരിൽ നിന്ന് അവർക്ക് ലഭിക്കാറില്ല. എന്നാൽ മുസ്ലിങ്ങൾ, ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സമൂഹവും ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച യൗമുൽ ജുമുഅ, പൗരാണിക കാലഘട്ടത്തിൽ അറബികൾ യൗമുൽ അറൂബ എന്ന് ഇസ്ലാമിന്റെ മുമ്പ് അവർ പറഞ്ഞിരുന്ന ആ ദിവസം യൗമുൽ ജുമുഅ എന്ന പേരിലാണ് ഇസ്ലാമിൽ അറിയപ്പെടുന്നത്. സമ്മേളന ദിനം എന്നർത്ഥം. ഈ സമ്മേളന ദിനത്തിൽ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവർക്ക് പള്ളിയിലെ ഇമാമ്, പള്ളിയിൽ സ്ഥാപിതമായ ജനങ്ങളെ അഭിമുഖീകരിച്ച് ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കാനുള്ള ഒരു മിമ്പർ അഥവാ ഉയർന്ന സ്ഥലം, പ്രസംഗപീഠം, ആ പ്രസംഗപീഠത്തിൽ കയറി നിന്ന് ജനങ്ങൾക്ക് അഭിമുഖമായി പ്രസംഗിക്കുന്നു. അവർക്ക് സാരോപദേശങ്ങൾ കൊടുക്കുന്നു. മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ട വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ഇബാദാത്തുകൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് ഏത് വിധമാണ്, അവർ ജീവിതത്തിൽ ആചരിക്കേണ്ട ആചാരങ്ങളും സ്വഭാവമര്യാദകളും എങ്ങനെയൊക്കെയാണ്, ഇതവർക്ക് ആ മിമ്പറിൽ വെച്ച് ആഴ്ച തോറും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഏതെങ്കിലും സാമൂഹികമായ കാലികമായ പ്രശ്നങ്ങൾ മുസ്ലിം സമുദായം അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളിൽ അവർ സ്വീകരിക്കേണ്ട നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ഇമാമിൽ നിന്ന് ആളുകൾക്ക് ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന ഉപദേശം അതിൻ്റെ ഭാഷ എന്താകണം എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വരികയാണ്. ആദ്യമായി ഖുബ എന്ന് പറയുന്ന മദീനക്ക് കുറച്ചകലെയുള്ള പ്രദേശത്താണ് പ്രവാചകൻ ആദ്യമായി എത്തി 2-3 ദിവസം അവിടെ താമസിക്കുകയുണ്ടായി. അതിനുശേഷം മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര തുടർന്നു. വരുന്ന വഴിക്ക് വാദി സാലിം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിയപ്പോഴാണ് ആദ്യമായി ഇസ്ലാമിലെ ജുമഅ നിർവഹിക്കാനുള്ള കൽപ്പന അള്ളാഹുവിന്റെ മക്കളിൽ നിന്ന് ലഭിച്ചത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് വാദി സാലിമിൽ വെച്ച് തന്നോടൊപ്പം ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളെ ചേർത്തി ഇസ്ലാമിലെ ഒന്നാമത്തെ ജുമഅ നിർവഹിച്ചു. ആ സ്ഥലത്താണ് പിൽക്കാലത്ത് ഒരു മസ്ജിദ് നിർമ്മിക്കുകയും മസ്ജിദുൽ ജുമുഅ എന്ന പേരിൽ ഇന്ന് നമുക്ക് സൗദി അറേബ്യ സന്ദർശിക്കുമ്പോൾ ഖുബായിന്റെയും അതുപോലെ മദീനയുടെയും ഇടക്ക് ആ സ്ഥലവും മസ്ജിദും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അവിടെ കൂടിയ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു ഖുതുബ നിർവഹിക്കുകയുണ്ടായി. ആ ഖുതുബയുടെ ആമുഖമാണ് ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത്. ഖുതുബത്തുൽ ഹാജ എന്ന പേരിൽ നാം നിക്കാഹിന്റെ ഖുതുബകളിലും അതുപോലുള്ള ചില പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ആദ്യമായി നിർവഹിക്കുന്ന ഖുതുബകളിലുമെല്ലാം ഈ ആമുഖം നാം പറഞ്ഞു വരാറുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് പരലോകത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും ഏതാണ്ട് 2-3 മിനിറ്റ് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു സാരോപദേശം ആളുകൾക്ക് നൽകുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് അറബി രാജ്യത്താണ്. പ്രവാചകന്റെ ആദ്യ സംബോധിതർ അറബികളായിരുന്നു. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് അറബി ഭാഷയിലാണ്. ഖുർആന്റെ വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് വിശദീകരിച്ചു കൊടുത്തതും അറബി ഭാഷയിൽ തന്നെയായിരുന്നു. ഈ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. എന്തിനാണ് ഇങ്ങനെ ജുമഅക്ക് ഒരു സാരോപദേശം നിശ്ചയിച്ചത്? അതിന്റെ ആവശ്യകത കൂടി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജുമുഅ എന്ന പേരിൽ അറിയപ്പെടുന്ന അധ്യായത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, മസലുൽ ലദീന ഹമ്മിലുത് തൗറാത്ത ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. مثل الذين حملوا التوراة, തൗറാത്ത് വഹിക്കപ്പെട്ട ആളുകളുടെ ഉദാഹരണം. ثم لم يحملوها, എന്നിട്ട് അതിനെ വഹിക്കേണ്ട മുറപ്രകാരം അവരത് വഹിച്ചതുമില്ല. അഥവാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ ഇസ്രായേൽ വംശത്തിന്റെ അള്ളാഹുവിന്റെ മതത്തിൽ അവർ വിശ്വസിക്കേണ്ട കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തു തൗറാത്ത് എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിലൂടെ. മൂസാ നബി അലൈഹിസ്സലാം സീനാ പർവ്വതത്തിൽ അള്ളാഹുമായുള്ള മീഖാത്തിന് വേണ്ടി ചെന്നപ്പോൾ പലകളിൽ എഴുതിക്കൊണ്ട് അള്ളാഹു തൗറാത്ത് നൽകുകയുണ്ടായി. ഇനി ഈ തൗറാത്തിലെ നിയമങ്ങൾ അനുസരിച്ച് വലക്കത് അഖദ്നാ മീസാഖൻ നബിയ്യീന, പ്രവാചകന്മാരിൽ അല്ലാഹു തആല കരാർ വാങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിയരിൽ നിന്ന് അല്ലാഹു തആല കരാർ വാങ്ങിയിട്ടുണ്ട്. ഖുർആൻ
ഒട്ടേറെ സ്ഥലത്ത് അത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ആ തൗറാത്തിലെ നിയമങ്ങൾ അനുസരിച്ച് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂറുൻ യഹ്കുമു ബിഹൻ നബിയ്യുന അല്ലദീന അസ്ലമു എന്ന് ഖുർആൻ സൂറത്തുൽ മാഇദയിൽ തദ്വിഷയമായി പറയുന്നു. ഇന്നാ അൻസൽന തൗറാത്ത്, നാം തൗറാത്ത് അവതരിപ്പിച്ചു. ഫീഹാ ഹുദൻ, തൗറാത്തിൽ സന്മാർഗമുണ്ട്. വനൂർ, അല്ലാഹുവിന്റെ സത്യപ്രകാശവുമുണ്ട്. യഹ്കുമു ബിഹൻ നബിയ്യൂന അല്ലദീന അസ്ലമു, അല്ലാഹുവിൽ സമർപ്പിച്ച പ്രവാചകന്മാർ, അതുപോലെ റബ്ബാനിയൂന, അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന റബ്ബീങ്ങൾ എന്ന് പറയുന്ന റബ്ബാനിയുകൾ, അവരും അതനുസരിച്ച് ജനങ്ങൾക്കിടയിൽ വിധി പ്രസ്താവിച്ചു. പക്ഷേ കാലം കുറെ പിന്നിട്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെയും കാലഘട്ടം കഴിഞ്ഞു. ആ നിയമങ്ങൾ അനുസരിച്ച് വിധി പ്രസ്താവിക്കേണ്ട പ്രവാചകന്മാരെ കാലഘട്ടം കഴിഞ്ഞു. വതാല അലൈഹിമുൽ അമദു വഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. കാലം ദീർഘിച്ചു പോയി, അവിടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു. പ്രവാചകന്മാരെ കാലഘട്ടത്തിൽ സാരോപദേശങ്ങൾ ലഭിച്ചിരുന്നു, അവർക്ക് തൗറാത്തിന്റെ വെളിച്ചം ലഭിച്ചിരുന്നു, ആ തൗറാത്തിന്റെ സത്യപ്രകാശത്തിൽ അവർ സഞ്ചരിച്ചിരുന്നു. പക്ഷേ കാലം കുറെ മുന്നോട്ട് പോയപ്പോൾ ഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുറച്ചു പോയി. അവരൊക്കെ തമ്മാടികളായിരുന്നു. ഇങ്ങനെ വന്നപ്പോൾ ആ ഒരവസ്ഥ മുസ്ലിം സമുദായത്തിനും വന്നേക്കരുത് എന്ന് അള്ളാഹുവിനൊരു തീരുമാനമുണ്ടായിരുന്നു. തൗറാത്ത് ലഭിച്ച് അതനുസരിച്ച് ജീവിക്കാത്തവരെ കുറിച്ച് അള്ളാഹു ഉപമ പറഞ്ഞു തന്നു. എന്താ ഉപമ? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, ഗ്രന്ഥങ്ങളുടെ കെട്ടുകൾ പേറി നടക്കുന്നവർ കഴുതയെപ്പോലെയാണ് അവര്. തൗറാത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ് അതിലുള്ളത്. ആ തൗറാത്തിലെ നിയമങ്ങൾ അനുസരിച്ച് അവർക്ക് വിധി നടപ്പാക്കി കൊടുക്കണം, അതിന് നിങ്ങൾ മുന്നോട്ട് വരൂ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും ആഹ്വാനങ്ങൾ ഉണ്ടായിരുന്നു. ഒരു നിങ്ങൾ ഫത്ലൂഹാ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ എനിക്കത് വായിച്ചു കേൾപ്പിച്ചു തരും. പക്ഷെ അവരത് മാറ്റിമറിച്ചിരുന്നു. അവർക്ക് അള്ളാഹു നൽകിയ ഉപമ ഏറ്റവും വൃത്തികെട്ട ഉപമയാണ്. കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ പേറി നടക്കുന്ന കഴുതയെപ്പോലെയാണ് അവർ എന്ന്. ഒരു കഴുത, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്ത് കഴുതയെ ഉപമിച്ചിട്ടുണ്ട്. ഒന്ന് ആവശ്യമില്ലാതെ വെറുതെ ഒച്ച വെച്ച് നടക്കുന്ന ഒരു ജന്തു. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒച്ച കഴുതയുടെ ഒച്ചയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉറക്കെ സംസാരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളായ നമ്മോട് പറയുന്നു. ഒരു കഴുതയുടെ പുറത്ത് ഒരു കെട്ട് ഗ്രന്ഥങ്ങൾ വെച്ച് കൊടുത്തു. അതിൽ കണക്കുണ്ട്, സയൻസ് ഉണ്ട്, ചരിത്രമുണ്ട്, കവിതകളുണ്ട്, സാഹിത്യങ്ങളുണ്ട്, വ്യാകരണമുണ്ട്, അതുപോലെ ഫിഖ് ഉണ്ട്, തഫ്സീറുണ്ട്. കഴുതക്കൊക്കെ ഒരുപോലെയാണ്. അതിലുള്ളതൊക്കെ കഴുതക്കൊരു പോലെയാണ്, വകതിരിവില്ല. ഖുർആനിന്റെ കെട്ടാണ് വെച്ച് കൊടുത്തതെങ്കിൽ ആ ഭാരവുമായി കഴുത അങ്ങനെ നടന്നു നീങ്ങും. അതല്ല കുറച്ച് കണക്കിന്റെ പുസ്തകങ്ങളാണ് വെച്ച് കൊടുത്താൽ അത് അതുമായി നടന്നു നീങ്ങും. അതാണ് മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത സുമ്മ ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ ബീസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതില്ലാഹ്. അല്ലാഹുവിന്റെ ആയാത്തുകളെ നിഷേധിക്കുന്ന ഒരു സമൂഹത്തിന്റെ ഉപമ എത്ര മോശം! ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, വഴികെട്ടുപോയ അക്രമകാരികളായ ആളുകളെ അള്ളാഹു തെതർവഴിക്കാക്കുകയില്ല. ഇത് ജൂത സമൂഹത്തിൽ സംഭവിച്ചതാണ്. ഈ ഒരു അവസ്ഥ മുസ്ലിമീങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരില്ല. അതുകൊണ്ട് മുസ്ലിങ്ങൾ ഒരു ഭാഗത്ത് ഒരു ആഴ്ചയിൽ ഒരിക്കൽ കൃഷികൾ ഒഴിവാക്കി, കച്ചവടം ഒഴിവാക്കി, ഉദ്യോഗസ്ഥന്മാർക്ക് ഉച്ചക്കുള്ള ഇന്റർവെൽ സമയം കൂടുതൽ കൊടുത്ത് കമ്പനികളൊക്കെ ഓഫ് നൽകി, അങ്ങനെ ഒരു വിശ്രമ ദിവസം വീട്ടിൽ കിടന്നുറങ്ങാനുള്ളതല്ല, മറിച്ച് മതത്തെക്കുറിച്ച് കേൾക്കാനും പഠിക്കാനുമുള്ള ഒരവസരമാണ്
വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുന്ന ജുമുഅ ഖുത്ബ എന്ന് പറയുന്ന ആ ഔദ്യോഗിക പ്രസംഗം, അതിലൂടെ ജനങ്ങൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇസ്ലാമിൽ ഇത്തരത്തിലുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരു വെള്ളിയാഴ്ച ലോകത്തിന്റെ എല്ലാ ദിക്കുകളിലും ഈ സാരോപദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൽ നിന്ന് അവർക്ക് ലഭിക്കുന്ന ഉപദേശം? ഇത്തഖുല്ലാഹ് അയ്യുഹന്നാസ് ഊസീകും ബിതഖ്വല്ലാഹ്. അല്ലയോ ജനങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു സമുദായവും കേൾക്കാൻ അവസരം കിട്ടാത്ത ഒരു അവസരമാണ് മുസ്ലിമീങ്ങൾക്ക് കിട്ടിയ ഈ സൗഭാഗ്യം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ, നിങ്ങളുടെ ആരാധ്യനായ, നിങ്ങളുടെ അന്നദാതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് നിങ്ങൾ ജീവിക്കണം. ഇത്തഖുല്ലാഹ്. ഒരാഴ്ചകൾ പിന്നിടുമ്പോഴേക്കും അവന്റെ മനസ്സിൽ നിന്ന് കുറേശ്ശെയായി പോവുകയാണ്. വീണ്ടും 8ാമത്തെ ദിവസം അവൻ ഒരുമിച്ച് കൂടുമ്പോൾ വീണ്ടും കേൾക്കുന്നു ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ ഖുതുബ എങ്ങനെയായിരുന്നു എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. പ്രവാചകന്റെ ഖുതുബയെ സംബന്ധിച്ച് ഉദ്ധരിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: കാനത്ത് ലഹു ഖുതുബതാൻ. പ്രവാചകൻ 2 പ്രസംഗങ്ങൾ ഉണ്ടായിരുന്നു. യുദക്കിറുൻ നാസ, ആളുകളെ ഉത്ബോധനം ചെയ്യും, ജനങ്ങൾക്ക് ആവശ്യമായ ഉത്ബോധനം നടത്തുന്നു. ആ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ ഇഷ്തദ്ദ അലാ സൗതുഹു, റസൂലുള്ളാഹിന്റെ ശബ്ദം ഉയരും. അലാ സൗതുഹു വഷ്തദ്ദ വളബുഹു, പ്രവാചകന്റെ കോപം വർദ്ധിക്കും. വകഅന്നഹു മുൻദിറു ജൈശിൻ സബ്ബഹകും വമസ്സാകും, ഒരു സൈന്യ വ്യൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടനായകനെ പോലെ ശത്രു വിഭാഗത്തിന്റെ നാടിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രഭാതവേളയിലും സന്ധ്യാവേളയിലുമാണ് ആ കാലഘട്ടത്തിൽ കടന്നാക്രമണം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഒളിത്താവളങ്ങളിൽ ശത്രുക്കൾ ഒളിച്ചിരുന്നു കൊണ്ട് നിങ്ങളെ ആക്രമിക്കാൻ പോവുകയാണ് എന്ന് സൈന്യത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരു പടനായകനെ പോലെ പ്രവാചകൻ പറയും. സബ്ബഹകും വമസ്സാകും, വാക്കിലൂടെ അങ്ങനെ പറഞ്ഞു എന്നല്ല, അങ്ങനെ പറയുന്ന ഒരു സൈനിക തലവനെ പോലെയാണ് പ്രവാചകൻ ജനങ്ങളോട് ഓരോ കാര്യങ്ങൾ ഉപദേശിച്ചിരുന്നത്. ഇതാ ഈ ദുനിയാവ്, യലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഹ്വും വലഅബും വസീനത്തുൻ വതഫാഖുറും ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ അൻഫുസി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൗതിക ലോകം അത് വിനോദമാണ്, കളിയാണ്. തകാസുറും ഫിൽ അംവാലി വൽ അൻഫുസ്, പണത്തിന്റെയും സന്താനത്തിന്റെയും പേരിൽ ആധിക്യം പറച്ചിലാണ്. അതുകൊണ്ട് നിങ്ങൾ പരലോകം എന്ന് പറയുന്ന യഥാർത്ഥ ജീവൻ നിങ്ങളുടെ മുമ്പിൽ വരാനിരിക്കുന്നു, ആ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന് റസൂലുള്ളാഹ് ആളുകളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ മുമ്പിലേക്ക് ആവശ്യങ്ങളുമായി വരുന്ന ആളുകൾക്ക് പ്രവാചകൻ അവരുടെ ആവശ്യം ആ മിമ്പറിൽ നിന്ന് തന്നെ പരിഹരിച്ചു കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ ചില ആളുകൾ വന്ന് പ്രവാചകൻ പറയും, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ നാട്ടിൽ വരൾച്ചയാണ്, മഴ പെയ്തിട്ട് കുറെ കാലമായി, അതുകൊണ്ട് ഫദ്ഉല്ലാഹ, അല്ലാഹുവിനോട് അങ്ങ് പ്രാർത്ഥിക്കണം. പ്രവാചകൻ നിൽക്കുന്ന നിൽപ്പിൽ നിന്ന് തന്നെ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുമ്മ അഗ്സിന അല്ലാഹുമ്മ അഗ്സിന അല്ലാഹുമ്മ അഗ്സിന അല്ലാഹുമ്മ ലാ തജഅൽനാ മിനൽ ഖാനിതീൻ അല്ലാഹുമ്മ അഗ്സിന അല്ലാഹുമ്മ അംതിർ അലൈനാ സുഖിയ റഹ്മ. പടച്ച തമ്പുരാനെ, മഴ വർഷിപ്പിച്ചു തരണമേ, മഴ വർഷിപ്പിച്ചു തരണമേ, മഴ വർഷിപ്പിച്ചു തരണമേ, ഞങ്ങൾ നിരാശപ്പെടുത്തല്ലേ, കാരുണ്യത്തിന്റെ മഴ ഞങ്ങൾക്ക് തരണമേ, ശിക്ഷയുടെ മഴയല്ല എന്ന് പ്രവാചകൻ ആ മിമ്പറിൽ നിന്ന് തന്നെ പ്രസംഗിച്ചു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. പ്രവാചകനെ തട്ടം മറിച്ചു പിടിച്ചുകൊണ്ട് പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ആ ഹദീസ് ധരിക്കുന്ന സ്വഹാബി പറയുന്നു, ഞങ്ങൾ അന്ന് തിരിച്ചു പോകുമ്പോൾ ആദ്യം ഒരു ചെറിയ മേഘത്തിന്റെ ശകലം ആകാശത്ത് കാണുകയും അത് വിസ്തൃതമാവുകയും മദീനയിൽ നിറഞ്ഞു നിൽക്കുകയും അങ്ങനെ വഴിയോരങ്ങളിൽ മഴ പെയ്തുകൊണ്ട് നനഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീടുകളിലേക്ക് തിരിച്ചു പോയത്. ആ മഴ ഒരാഴ്ചക്കാലത്തോളം നീണ്ടു നിന്നു.
അതേ സ്വഹാബി തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞു, പ്രവാചകരെ, ഇതാ മഴയുടെ ആധിക്യത്താൽ, മഴയുടെ കൂടുതലുണ്ടായതിനാൽ ഞങ്ങൾ വിഷമിക്കാറായിട്ടുണ്ട്, അതുകൊണ്ട് മഴ നിർത്താൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. പ്രവാചകൻ മിമ്പറിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹവാലൈനാ ലാ അലൈനാ, റബ്ബേ നിന്റെ മഴ ഞങ്ങൾക്ക് വേണ്ട എന്നല്ല പറഞ്ഞത്, അല്ലാഹുമ്മ ഹവാലൈനാ, പടച്ചവനെ ഞങ്ങളുടെ ചുറ്റുഭാഗത്തേക്കും ഈ മഴയെ നീ തിരിച്ചു വിടണമേ, ലാ അലൈനാ, ഇനി ഞങ്ങളുടെ മീതെ അല്ല വേണ്ടത്, ഞങ്ങൾക്കല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും മഴ പൊടുന്നനെ നിലക്കിച്ചു. ഒരിക്കൽ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് വന്ന് മതപരമായ ചില കാര്യങ്ങൾ പ്രവാചകനോട് ചോദിച്ചു. പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു ഇരുമ്പിന്റെ കസേല, ഇമാം മുസ്ലിമും ബുഖാരിയും ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഒരു കസേല കൊണ്ടുവന്നിട്ടു. ആ കസേലയിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ ബഹുമായിരുന്നു കൊണ്ട് അദ്ദേഹം ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. ഒരിക്കൽ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മദീനയിലെ മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ വെച്ച് ജുമാ ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ കടന്നു വരുന്ന ഒരാൾ. ആരായിരുന്നു അത്? മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. മിമ്പറിൽ വെച്ചുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അയ്യത്തു സഅത്തിൻ ഹാദിഹി, ഏതാ സമയം? റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ വെള്ളിയാഴ്ച നേരത്തെ വരണം, ഏറ്റവും നേരത്തെ വരുന്നവർക്ക് ഒരു പുണ്യം, പിന്നെ വരുന്നവർക്ക് പിന്നെ ഒരു പുണ്യം, പിന്നെ വരുന്നവർക്ക് ഒരു പുണ്യം. അവസാനം ഇമാം മിമ്പറിൽ കയറിയാൽ അവിടെ സന്നിഹിതരായിരുന്ന മലക്കുകൾ അവർ വരുന്നവരുടെ പേരുകൾ രേഖപ്പെടുത്തി വെക്കുന്ന ഗ്രന്ഥം കൂട്ടിവെക്കുന്നു. നിങ്ങൾ എന്താണ് ഈ സമയത്ത് വന്നു ചേർന്നത്? അയ്യത്തു സഅത്തിൻ ഹാദിഹി, ഇതേത് സമയമാണ്? അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വഴിക്ക് പോയിരുന്നു, വരാൻ കുറച്ച് വൈകിയപ്പോൾ ഞാൻ ഒരു ഉളു എടുത്ത് വേഗം വിട്ടു പോന്നതാണ്. അപ്പോഴാണ് ഉമർ ഖത്താബ് ചോദിക്കുന്നത്, ഉളു മാത്രമാണോ എടുത്തത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ വെള്ളിയാഴ്ച കുളിക്കണമെന്ന്? ഉമർ ഖത്താബിന്റെ പ്രസംഗം കാണാൻ സാധിക്കും, നിങ്ങൾ വെള്ളിയാഴ്ച ഉള്ളി നിന്നുകൊണ്ട് നിങ്ങൾ ഈ പള്ളിയിൽ ഹാജരാകരുത് എന്നുവരെ ആളുകൾ ഭക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അത് മറ്റുള്ളവർക്ക് അരോചകമാവുന്ന നിലക്കുള്ള ഗന്ധം വമിക്കുന്ന രൂപത്തിലായി പോകരുത് എന്നുവരെ ഉള്ള ഉപദേശങ്ങൾ മിമ്പറയിൽ നിന്ന് കൊടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ പ്രവാചകൻ ഖുതുബ നിർവഹിക്കുമ്പോൾ വൈകി വരുന്ന ആളുകളോട് അവർ പള്ളിയിൽ വന്നിരുന്നു കഴിഞ്ഞാൽ കും ഫർക റകഅത്തൈൻ, നീ വേഗം നീ എഴുന്നേറ്റ് 2 റകഅത്ത് നമസ്കരിക്ക് എന്നിങ്ങനെ മതത്തിന്റെ സർവ്വകാര്യങ്ങളും. ഞാൻ ഇത്രയും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഉള്ളി തിന്ന് മറ്റുള്ളവർക്ക് പ്രയാസമുണ്ടാകുന്ന ദുർഗന്ധത്തോടുകൂടി വരുന്ന കാര്യം ഒഴിവാക്കണമെന്ന ഉപദേശം മുതൽക്ക് ഒരു മുസ്ലിം തന്റെ ജീവിതത്തിൽ പകർത്തേണ്ട മുഴുവൻ കാര്യങ്ങളും മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ ഖുലഫാഉർ റാഷിദുകളൊക്കെ അവരുടെ ഖുതുബകളിലെ വിഷയങ്ങളാക്കുകയും ജനങ്ങളെ അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഞാൻ നിങ്ങളെ ഇത്രയും നേരം നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. നമ്മുടെ സംസാരത്തിന്റെ വിഷയം ഖുതുബയുടെ ഭാഷയെ സംബന്ധിച്ചാണ്. ഞാൻ ഈ ആമുഖം നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ശ്രോതാക്കൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകണം എന്ന് പിൽക്കാലത്തെ പണ്ഡിതന്മാർ ഇത്തരം സംഭവങ്ങളിൽ നിന്ന് അവർ അനുമാനിച്ചെടുത്തു. ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങൾക്കും അത് തൗഖീഫിയായ നിയമങ്ങളാണ് എന്ന് പൊതു ഉസൂലുണ്ട്. എന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങളും നസ്സ് പ്രമാണം എന്താണോ ആ പ്രമാണത്തിനനുസരിച്ച് ജീവിക്കുക എന്ന തൗഖീഫിലാണ് കാര്യങ്ങൾ നിർവഹിച്ചു പോരേണ്ടത്. എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ട്, അത് മഅഖൂലുൽ മഅന എന്ന് പറയും, ആശയം എന്താണെന്ന് മനസ്സിലായ വിഷയങ്ങൾ. അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ആശയം എന്താണെന്ന് മനസ്സിലാവാത്ത വൈറുമഅഖൂലിയായ കാര്യങ്ങളുണ്ട്. ഈ 2 കാര്യങ്ങളെയും 2 നിലക്ക് തന്നെ നാം പരിഗണിക്കുകയും അതനുസരിച്ച് ആചരിക്കുകയും ചെയ്യേണ്ടതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ, മുസ്ലിങ്ങളുടെ ശിആറാണ് ഒരു പ്രദേശത്തെ ഒരു മസ്ജിദിൽ 5 തവണ ബാങ്ക് വിളിക്കണമെന്ന്. ഏതെങ്കിലും ഒരു പ്രദേശത്ത് വെച്ച് ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ ആ രാജ്യക്കാരോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നതാണ്
ഇസ്ലാമിന്റെ നിയമം. കാരണം അത് മുസ്ലിമീങ്ങളുടെ പ്രദേശമാണ് എന്നതുകൊണ്ട് അറിയപ്പെടുന്നു. ഈ ബാങ്ക് വിളിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ബാങ്ക് വിളിക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച നാൾ മുതൽക്ക് ഇന്നുവരെ ലോകത്ത് എല്ലായിടത്തും ബാങ്ക് വിളിക്കുന്നത് ഒരേ രീതിയിലാകുന്നു. നമുക്ക് പരിചിതമുള്ള ആ വാക്കുകളിലൂടെ അത് മാറ്റാൻ പാടില്ല. എന്നാൽ ജുമുഅ ഖുതുബ അതിന്റെ ഉദ്ദേശം അത് ജനങ്ങൾക്ക് നസീഹത്താണ്, വഅളാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം രണ്ടാം ഷാഫി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പണ്ഡിതന്മാരാണ്, ഒന്ന് ഇമാം നവവിയും മറ്റൊന്ന് ഇമാം റാഫിയും. ഇമാം റാഫിയും ഇമാം നവവിയും ഒരു മസ്അലയിൽ വിഭിന്നാഭിപ്രായക്കാരായാൽ നവവിയുടെ അഭിപ്രായം സ്വീകരിക്കണം എന്നതാണ് ഷാഫി മദ്ഹബിലെ അഭിപ്രായം. അങ്ങനെയാണ്. ആ ഇമാം നവവി അദ്ദേഹം ഒരു മുഹദ്ദിസാണ്, ഒരു ഫഖീഹാണ്. അദ്ദേഹം ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് മുസ്ലിമിന് വ്യാഖ്യാനം എഴുതിയ ഒരു മുഹദ്ദിസാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഷാഫി മദ്ഹബിലെ കർമ്മശാസ്ത്രത്തിൽ അവലംബാർഹമായ ഒരു വ്യക്തിയുമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് ഷറഹുൽ മുഹദ്ദബ് അൽ മജ്മൂ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രശസ്തമായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഇമാം നവവി രേഖപ്പെടുത്തുന്നു, മഖ്സൂദുൽ ഖുതുബത്തി അൽ വഅളു. മഖ്സൂദുൽ ഖുതുബത്തി അൽ വഅളു, ഖുതുബയുടെ ലക്ഷ്യം അത് സാരോപദേശമാണ്. എന്നിട്ട് വിശദീകരിക്കുന്നു, സാരോപദേശം അത് ഫലപ്രദമാകണമെങ്കിൽ ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലായിരിക്കണം എന്ന്. ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി വാദി സാരിൽ വെച്ച് നടത്തിയ ഖുതുബ മുതൽക്ക് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഖുതുബയും അവരുടെ സംഭാഷണങ്ങളും ഞാൻ കേൾപ്പിച്ചു. അവരറബികളായിരുന്നു. പ്രസംഗിക്കുന്ന ആളുകൾ അറബികളാണ്, കേൾക്കുന്ന ആളുകൾ അറബികളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ അറബി ഭാഷയിൽ തന്നെ അവർ ഖുതുബ നടത്തണം, അവർക്കത് മനസ്സിലാകും. എന്നാൽ അനറബികൾ പള്ളിയിൽ ഹാജരായ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണെങ്കിൽ അവിടെ അറബി ഭാഷയിൽ ഒരു ഖുതുബ നിർവഹിച്ചാൽ ആ ഖുതുബയുടെ മഖ്സൂദ് സാധ്യമല്ല. മദ്ഹബിൽ ഖുതുബ ഏത് രൂപത്തിലായിരിക്കണമെന്ന് ചില നിയമങ്ങളുണ്ട്. അന്തഖൂനൽ ഖുതുബത്തു ബലീഗതൻ, ഖുതുബ ബലീഗായിരിക്കണം, ഫസീഹത്തൻ സ്ഫുടമായിരിക്കണം. എന്ന് പറഞ്ഞാൽ സാഹിത്യ സമ്പുഷ്ടമായ ഭാഷയിലാകണമെന്നല്ല. ബലീഗ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ രീതിയിൽ ജനമനസ്സുകളിലേക്ക് ആശയം കടന്നു ചെല്ലുന്ന രൂപത്തിലായിരിക്കണം എന്ന് സാരം. അതല്ലാത്ത രൂപത്തിൽ വളരെ പ്രയാസപ്പെടുന്ന, കെട്ടുക്കുടുക്കുള്ള, ഗ്രഹിക്കാൻ പ്രയാസപ്പെടുന്ന പദപ്രയോഗങ്ങൾ വരെ നടത്തരുത്. അന്തഖുൽ ഖുതുബത്തു മഫ്ഹൂമതൻ, ഖുതുബ ഗ്രാഹ്യമായിരിക്കണം എന്ന് മദ്ഹബിലെ അഥവാ ശാഫിഈ മദ്ഹബിലെ എല്ലാ ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരെന്തുകൊണ്ട് അങ്ങനെ എഴുതി? അത് അവരുടെ ഇജ്തിഹാദാണ്. ഇസ്ലാമിക പ്രമാണങ്ങൾ മനസ്സിലാക്കി പ്രവാചകന്റെയും സ്വഹാബാക്കളുടെയും ഖുലഫാഉർ റാഷിദീങ്ങളുടെയും നടപടിക്രമങ്ങൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയതാണ് ഖുതുബ ആ രൂപത്തിലായിരിക്കണമെന്ന്. ഖുതുബക്ക് ശാഫിഈ മദ്ഹബിന്റെ വീക്ഷണത്തിൽ 5 ഫർളുകളുണ്ട്, അഥവാ 5 റുക്നുകളുണ്ട്. ഒന്ന്, മിമ്പറിൽ കയറിയാൽ ഖതീബ് ആദ്യമായി പറയുന്ന അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന വാക്ക്. രണ്ടാമത്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയൽ. മൂന്നാമതായി, ജനങ്ങളെ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യൽ. നാലാമതായി, ഖുർആനിൽ നിന്ന് ഒരു വചനം ഓതുക. അഞ്ചാമതായി, രണ്ടാമതൊരു ഖുതുബയിൽ മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് മദ്ഹബിന്റെ വീക്ഷണമാണ്. അത് അവർ പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബകൾ പരിശോധിച്ചപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ട്, അതുകൊണ്ട് അത് അനിവാര്യമാവണം എന്നവർ തീരുമാനിച്ചു. ഈ അനിവാര്യമായി എന്നും കൊണ്ടുവരേണ്ട കാര്യങ്ങൾക്ക് റുക്ന് എന്നാണ് പറയുന്നത്.
അതിനാൽ ശാഫിഈ മദ്ഹബിലെ എഴുതപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞു അന്തകൂനൽ ഖുതുബത്തു അറബിയത്തൻ, ഖുതുബ അറബിയായിരിക്കണം. അർക്കാനുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഖുതുബയായി എന്നാണ് മദ്ഹബിലെ വീക്ഷണം. എന്നാൽ ഇതല്ലാത്ത തവാബിഉകൾ എന്ന് പറയുന്ന ഈ 5 അർക്കാനുകൾക്കിടയിൽ ജനങ്ങൾ ഉപദേശിച്ചുകൊണ്ട് വിശാലമായി പറയുന്ന, അല്ലെങ്കിൽ ആയത്തോതി കൊടുത്തുകൊണ്ട് ആയത്തിന്റെ വിവരണങ്ങളായി പറയുന്ന, ഇത്തഖുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് തഖ്വയുടെ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തവാബിഉകൾ എന്നാണ് മദ്ഹബിൽ പറയുക. ആ തവാബികളെ സംബന്ധിച്ച് മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ഒന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കണം, അന്തകൂനൽ ഖുതുബത്തു അറബിയത്തൻ, ഖുതുബ അറബി ഭാഷയിലായിരിക്കണം. ഇതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മിൻഹാജുൽ ത്വാലിബീൻ എന്ന് പറയുന്ന ഫിഖ് ഗ്രന്ഥത്തിൽ എഴുതിയത്. അങ്ങനെയാണ്, വളരെ സംക്ഷിപ്തമായി എഴുതിയ ഒരു ഗ്രന്ഥമാണത്. അത് മധ്യകാലഘട്ടത്തിൽ ഫിഖിന്റെ ഒരു സ്വഭാവമായിരുന്നു. അത് വളരെ ഹൃദിസ്ഥമാക്കാൻ സഹായകമാവുന്ന നിലക്ക് ചുരുക്കി എഴുതുക എന്ന്. എന്നാൽ ചുരുക്കി എഴുതുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പിൽക്കാലത്ത് ആ ഗ്രന്ഥം പഠിക്കുന്ന ആളുകൾക്ക് അവ്യക്തമാകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ പണ്ഡിതന്മാർ അതിന് വ്യാഖ്യാനങ്ങൾ എഴുതുന്നു. അങ്ങനെ ഇമാം നവവിയുടെ മിൻഹാജുൽ ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് 4 വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട്. ഒന്ന് മഹല്ലി, ജലാലുദ്ദീനുൽ മഹല്ലിയുടെ മഹല്ലി എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥം. അതാണ് സാധാരണയായി നമ്മുടെ നാടുകളിൽ പള്ളികളിലെല്ലാം ദർസ് നടത്തുന്നത്. രണ്ടാമതായി ഇമാം റംലിയുടെ നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ മറ്റൊന്ന് ഇബ്നു ഹജറുൽ ഹൈതമിയുടെ തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതുപോലെ ഒട്ടേറെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വേറെയും മിൻഹാജുൽ ത്വാലിബീൻ ഉണ്ടായിട്ടുണ്ട്. ഇമാം നവവി അന്തകൂനൽ ഖുതുബത്തു അറബിയത്തൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അറബിയയിലായിരിക്കണം ഖുതുബ എന്നതിന്റെ മഖ്സൂദ്, ഉദ്ദേശം എന്ന് ഞാൻ എണ്ണി പറഞ്ഞ തുഹ്ഫയിലും നിഹായയിലും അതുപോലെ മഹല്ലിയിലും വിശദീകരിച്ചിട്ടുണ്ട്. എന്താണ് ഐദൂനമാ അദാഹ, ഐദൂനമാ ബ്രാക്കറ്റ് ഇട്ട് കാണാം. ബ്രാക്കറ്റുകൾ വിശദീകരണമാണ്. ബ്രാക്കറ്റ് ഇല്ലാതെ എഴുതുന്നതിന് മത്ന് എന്നാണ് സാങ്കേതികമായി പറയുക. അതാണ് മിൻഹാജ്. ഐദൂനമാ അദാഹ, അർക്കാനുകൾ അല്ലാത്തവയല്ല, അർക്കാനുകൾ അല്ലാത്തവയല്ല. അപ്പൊ അന്തഖൂൽ ഖുതുബത്തു അറബിയത്തൻ ദൂനമാ അദാഹ, ഖുതുബ അറബിയിലായിരിക്കണം, അല്ലാത്തവയല്ല എന്ന് പറഞ്ഞാൽ ഖുതുബയുടെ അർക്കാനുകൾ അറബിയിലാകണം, അല്ലാത്തവ അറബിയിലാവേണ്ടതില്ല എന്ന് പൊതുവെ തന്നെ എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ ഫിഖ് ഗ്രന്ഥങ്ങൾക്ക് വേറൊരു സ്വഭാവമുണ്ട്. ആദ്യം പറഞ്ഞ മത്ന്, പിന്നെ പറയുന്ന ശറഹ്, പിന്നെ അതിന്റെ മാർജിനിൽ എഴുതുന്ന അല്ലെങ്കിൽ താഴെ എഴുതുന്ന ഹാഷ്യ എന്ന് പറയുന്ന ഒരു ഉപവ്യാഖ്യാനം കൂടിയുണ്ട്. ആ ഉപവ്യാഖ്യാനം ഒന്നുകൂടി വ്യാഖ്യാനിക്കുന്നു. യുഫീദു ദൂനമാ അദാഹ, ദൂനമാ അദാഹ എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ദൂനമാ അദൽ അർക്കാനി അൻ യകൂന ഫീ ഗൈരിൽ അറബിയത്തി, അർക്കാനുകൾ അല്ലാത്തവ എന്ന് പറഞ്ഞതിനാൽ അർക്കാനുകൾ അല്ലാത്ത കാര്യങ്ങൾ അത് അന്യക്കൂര ഗൈരിൽ അറബിയത്തി, അറബി അല്ലാത്ത ഭാഷയിലും ആകാം എന്ന് ശാഫിഈ മദ്ഹബിലെ സർവ ഫിഖ് ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ഞാൻ എണ്ണിപ്പറഞ്ഞ ഈ മഹല്ലി, നിഹായ, തുഹ്ഫ, ബാഫളില്, ബഹിജ, അതുപോലെ ഉള്ള എല്ലാ ഖുർദി, എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ വിഷയം പരാമർശിച്ച് കാണാം. അതുകൊണ്ട് തന്നെ പൂർവകാലഘട്ടങ്ങളിൽ അറബി ഭാഷ കടന്നു ചെന്നിട്ടില്ലാത്ത പ്രദേശങ്ങളിൽ അറബി ഭാഷയിലല്ലാതെ മറ്റിതര ഭാഷകളിൽ വെള്ളിയാഴ്ച നടക്കുന്ന ജുമുഅ ഖുതുബകൾ നിർവഹിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, മതത്തിന്റെ പ്രമാണങ്ങൾ മതത്തിന്റെ പ്രവർത്തനങ്ങൾ, അമലുകൾ തൗഖീഫിയാണ്. അതാണ് ഇസ്ലാമിന്റെ അസ്ല്. തൗഖീഫി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി എന്ത് ചെയ്തു, സ്വഹാബത്ത് എന്ത് ചെയ്തു, അതങ്ങനെ തന്നെ ചെയ്യുക എന്ന്. പക്ഷേ മഅഖൂലുൽ മഅനയും വൈറു മഅഖൂലുൽ മഅനയും, ആശയഗ്രാഹ്യവും
ആശയഗ്രാഹ്യവുമല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആശയഗ്രാഹ്യമല്ലാത്തത് അതങ്ങനെ തന്നെ നിലനിർത്തണം. അതിനാണ് ഞാൻ ബാങ്കിന്റെ ഉദാഹരണം പറഞ്ഞത്. എന്നാൽ ആശയഗ്രാഹ്യമായ കാര്യമാണ് ഖുതുബ, സാരോപദേശമാണ് എന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ള ഖുതുബ, റസൂലുള്ള നിർവഹിച്ച ഖുതുബ പിൽക്കാലത്ത് അതേ പദങ്ങൾ അക്ഷരം തെറ്റാതെ പദം തെറ്റാതെ നാം തഹിയ്യാത്ത് ഓതുന്നത് പോലെ, നമസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്നത് പോലെ, അല്ലെങ്കിൽ അദ്കാറുകൾ ചൊല്ലുന്നത് പോലെ, അതുപോലെ മറ്റ് ഇബാദത്തുകൾ റസൂലുള്ളാഹിന്റെ ദുആകൾ എന്തൊക്കെയാണോ അത് അതേ രൂപത്തിൽ ചൊല്ലുന്നത് പോലെ അല്ലാത്ത ആണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുതുബ നടത്തിയത്. റസൂലുള്ള തന്നെ ഒരു കൊല്ലം നടത്തിയ ഖുതുബയല്ല പിറ്റത്തെ കൊല്ലം നടത്തിയത്. റസൂലുള്ള 10 കൊല്ലക്കാലം മദീനയിൽ ജീവിച്ചിട്ടുണ്ട്. 10 കൊല്ലം റസൂലുള്ള തന്നെയാണ് ജുമുഅ ഖുതുബ നിർവഹിച്ചത്. ആദ്യത്തെ ഒരു വർഷം ഒരു ഖുതുബ നിർവഹിച്ചു. പിറ്റത്തെ വർഷം ആദ്യ മുഹറം വരുമ്പോൾ ഇത് ആവർത്തിച്ചിട്ട് രണ്ടാമതും തുടങ്ങുന്നു. 3-ാമത്തെ കൊല്ലം വീണ്ടും മുഹറത്തിൽ തന്നെ തുടങ്ങുന്നു. അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് ഓരോ സന്ദർഭങ്ങളിലും ആവശ്യാനുസരണമുള്ള ഖുതുബകളാണ് റസൂലുള്ള നിർവഹിച്ചത്. 10 കൊല്ലം പ്രവാചകൻ ഖുതുബ നടത്തിയെങ്കിൽ ചുരുങ്ങിയത് ഒരു കൊല്ലത്തിൽ 52 അല്ലെങ്കിൽ 48 ഖുതുബയെങ്കിലും പ്രവാചകൻ നിർവഹിച്ചിട്ടുണ്ടാകും. 10 കൊല്ലമാകുമ്പോൾ ഒരു 500ഓളം ഖുതുബകൾ പ്രവാചകൻ നിർവഹിച്ചു. എന്നാൽ ഓരോ വെള്ളിയാഴ്ചയും പ്രവാചകൻ നടത്തിയ ഖുതുബകൾ ഏതാണ് എന്ന് സമാഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം. അള്ളാഹുവിന്റെ റസൂല് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ചൊല്ലിയത്? വിസർജന സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ എന്താണ് ചൊല്ലിയത്? എന്തിനേറെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്താണ് ചൊല്ലിയത്? പ്രവാചകന്റെ ഓരോ അടക്കവും മനക്കവും മുഴുവൻ ഒപ്പിയെടുത്ത് നമുക്ക് മഹദികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും മഹാന്മാരായ സ്വഹാബാക്കിറാമും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ 500ഓളം ഖുതുബ നിർവഹിച്ചിട്ട് ഈ ഒരു സമാഹാരമാണ് റസൂലുള്ളാഹിന്റെ ഖുതുബ എന്ന് നമുക്ക് ലഭ്യമല്ല. റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചു. 2 കൊല്ലം 3 മാസം 8 ദിവസമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത്. അദ്ദേഹം റസൂലുള്ള നടത്തിയ ഖുതുബയല്ല നടത്തിയത്. പിന്നീട് 10 കൊല്ലക്കാലം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി പ്രവാചകൻ നിന്നിരുന്ന അതേ മിമ്പറിൽ തന്നെ കയറി നിന്നുകൊണ്ട് പ്രവാചകൻ നിന്നിരുന്നതിന് ഒരടി പ്രവാചകനോടുള്ള അമിതമായ ബഹുമാനവും ആദരവും നിമിത്തം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പടി താഴേക്ക് ഇറങ്ങി നിന്നിട്ടാണ് ഖുതുബ നടത്തിയത്. പ്രവാചകൻ നിന്നിരുന്ന ഖുതുബ മിമ്പറിന്റെ ആ 3-ാമത്തെ പടിയിൽ നിൽക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിച്ചില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഖുതുബ നിർവഹിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്ന 2-ാമത്തെ പടിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഖുതുബ നിർവഹിച്ചത്. അത്രത്തോളം പൂർവികന്മാരോട് ആദരവും ബഹുമാനവും അവരൊക്കെ പ്രകടിപ്പിച്ചിട്ടും എന്നാൽ റസൂലുള്ള നടത്തിയ ആ ഖുതുബയുടെ ഏട് ഒന്നെടുത്ത് വായിക്കട്ടെ എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചില്ല. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചില്ല. എന്നാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖുതുബ നിർവഹിച്ചത് റസൂലുള്ള നിന്ന ആ സ്ഥാനത്തേക്ക് തന്നെ കയറി നിന്നുകൊണ്ടാണ്. അദ്ദേഹം 12 കൊല്ലക്കാലം ഖിലാഫത്ത് നടത്തിയിട്ടും അദ്ദേഹം ഒരിക്കലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുതുബ നിർവഹിച്ചിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത് മഅഖൂലുൽ മഅനയായ കാര്യം, അഥവാ ബുദ്ധിക്ക് മനസ്സിലാവുന്ന വിഷയം. ആ വിഷയത്തിൽ ആളുകൾ ഉപദേശിക്കാനാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള പ്രശ്നമല്ല. ഇന്നതാ ഫുതുഹാത്തുൽ ഇസ്ലാമിയ അതിനുവേണ്ടി ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിൽ ഇറാഖിലേക്കും ഇറാനിലേക്കും സിറിയയിലേക്കും ഉത്തരാഫ്രിക്കയിലേക്കും അതുപോലെ ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയപ്പെട്ടിരുന്ന സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന ആ പ്രദേശത്തിലെ ആദർബൈജാൻ, അർമേനിയ തുടങ്ങിയിട്ടുള്ള പിന്നെ ടാഷ്കണ്ട് പോലുള്ള പ്രദേശങ്ങളിലെല്ലാം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഖിലാഫത്ത് കാലത്ത് പിന്നെ പടയോട്ടം നടത്തുന്നുണ്ടായിട്ടുണ്ട് ദഅവത്തിന്റെ ഭാഗമായിട്ട്. അന്ന് അതിന് ആവേശം നൽകുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളായിരുന്നു ജുമഅയുടെ മിമ്പറിൽ വെച്ച്, ഖുതുബയുടെ മിമ്പറിൽ വെച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരിക്കലും യുദ്ധത്തിന് പോകാൻ വേണ്ടി ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആളുകളെ ഉപദേശിക്കുകയാണ്. ആ സമയത്ത് സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, ലാ സംഅൻ വലാ തഅതൻ, ഇല്ല നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല, അനുസരിക്കില്ല.
ആരോടാണ് പറയുന്നത്? ഉമർ ഫാറൂഖിനോടാ പറയുന്നത്. ലാ സംഅൻ വലാ തഅതൻ. ബിമ, എന്തേ? മിമ്പറിൽ നിന്ന് ചോദ്യമാണ്. എന്തേ? കാരണമുണ്ട്. നിങ്ങൾ നീതി പാലിച്ചിട്ടില്ല. നീതി പാലിക്കാത്ത നിങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ല. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ആ എതിർത്ത ആള് പറഞ്ഞു, നിങ്ങളൊരു വലിയ കുപ്പായം ഇട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച യമനിൽ നിന്ന് വസ്ത്രം വന്നപ്പോൾ ഞങ്ങൾക്കൊക്കെ നിങ്ങൾ വീതിച്ചു തന്നു. എന്നാൽ ഞങ്ങൾക്ക് തന്ന ആ ഒരു കഷ്ണം പോലുള്ള ഒരു കഷ്ണം കൊണ്ട് നിങ്ങളെപ്പോലത്തെ ഒരു വലിയ മനുഷ്യന് ഷർട്ട് തുന്നാൻ അത് വലിപ്പം പോരാ. എന്നാൽ നിങ്ങളിതാ വലിപ്പമുള്ള കുപ്പായിട്ടിരിക്കുന്നു. നിങ്ങൾ ഒന്ന് അപഹരിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഷർട്ട് ഇടാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇതാണോ പ്രശ്നം? സദസ്സിലുണ്ടായിരുന്ന തന്റെ പുത്രൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ക്ഷണിച്ചു. മകനെ അബ്ദുല്ലാ, അജീബ്, കൊടുക്ക് മറുപടി. എവിടെയാണ് സന്ദർഭം? നിങ്ങൾ നോക്കണം. യുദ്ധത്തിന് വേണ്ടി മിമ്പറിൽ വെച്ചാണ് ആഹ്വാനം നടത്തുന്നത്. ആ സമയത്ത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കൊക്കെ കിട്ടിയതുപോലുള്ള ഒരു ഷർട്ട് ഉള്ള ഒരു ശീല എനിക്കും വാപ്പ തന്നിരുന്നു. ഞാൻ അത് വാപ്പാക്ക് ദാനം ചെയ്തു. വാപ്പയും ഒരു കഷ്ണം എടുത്തിരുന്നു. അങ്ങനെ വാപ്പാക്ക് കിട്ടിയതും എനിക്ക് കിട്ടിയതും ഒന്നിച്ചു ചേർത്തിയിട്ടാണ് വാപ്പ കുപ്പായം തുന്നിയത്. അപ്പോൾ ആദ്യത്തെ ആ ചോദ്യകർത്താവ് പറഞ്ഞു, ഇതൻ സംഅൻ വ തഅ. അങ്ങനെയാണോ? എന്നാ ശരി, അങ്ങേ ഞങ്ങൾ അനുസരിച്ചു കൊള്ളാം. അങ്ങേ ഞങ്ങൾ പറഞ്ഞത് കേട്ട് ഞങ്ങൾ യുദ്ധത്തിന് പുറപ്പെടാം. ഈ ഒരു സംഭാഷണം റസൂലുള്ളാഹിന്റെ കാലത്ത് നടന്നിട്ടില്ല. അന്ന് മറ്റൊരു കാര്യമാണ് നടന്നത്. അപ്പോ സാന്ദർഭികമായി ആവശ്യമുള്ള കാര്യങ്ങൾ ഉപദേശിക്കാനും സംശയ നിവൃത്തി നടത്താനും എല്ലാമുള്ള ഒരു അവസരമാണ് വെള്ളിയാഴ്ചത്തെ ജുമുഅ ഖുതുബ. ആ നിലക്കാണ് ജനങ്ങൾ മനസ്സിലാക്കി പോന്നത് എന്നാണ് ഞാൻ ഇത്രയും നിങ്ങളോട് സംസാരിച്ചത്. ഈ ഒരു കാര്യം പൂർവകാല ഫുഖഹാക്കൾ മുഴുവൻ അത് മനസ്സിലാക്കുകയും അവരുടെ ഗ്രന്ഥങ്ങളിൽ അത് എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കിതാബോധി പഠിച്ച നമ്മുടെ നാട്ടിലെ ആദ്യകാല പണ്ഡിതന്മാർ ഈ ആശയം അവർക്ക് മനസ്സിലായി. പ്രധാനപ്പെട്ട പള്ളികളിലും വെള്ളിയാഴ്ചത്തെ ഖുതുബ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ ഖുതുബ എല്ലാ അബൂബക്കർ സിദ്ദീഖ് നടത്തിയത്, അതല്ല ഉമർ ഫാറൂഖ് നടത്തിയത്, അതല്ല ഉസ്മാൻ അഫ്ഫാൻ നടത്തിയത്, അതല്ല അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു നടത്തിയത്. പിൽക്കാലത്ത് വന്നവരൊക്കെ അങ്ങനെ തന്നെ. എന്നാൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിൽ വന്നു. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇബ്നു നബാത്തത്തുൽ മിസ്രി എന്ന് പറയുന്ന ഈജിപ്തുകാരനായ ഒരു മാന്യ അദ്ദേഹം, അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ ഒരു ഖുതുബയുടെ സമാഹാരമുണ്ട്. ആ ഖുതുബ മുഹറത്തിലെ 1-ാമത്തെ ഖുതുബ, 2-ാമത്തെ ഖുതുബ, അങ്ങനെ 5-ാമത്തെ ഖുതുബ വരെ, അങ്ങനെ ദുൽഹജ്ജ് മാസം വരെ. അത് ആ കൂട്ടത്തിൽ ചെറിയ പെരുന്നാളിന്റെ ഖുതുബ, വലിയ പെരുന്നാളിന്റെ ഖുതുബ, ഇസ്തിസ്ഖായുടെ ഖുതുബ, അതുപോലെ തന്നെ കുസൂഫിന്റെ ഖുതുബ, അതായത് സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം, പിന്നെ വലിയ പെരുന്നാള്, ചെറിയ പെരുന്നാള്, അതിനൊക്കെ 2-ാമത്തെ ഖുതുബയും. പിന്നെ ബാക്കിയുള്ള എല്ലാ ആഴ്ചത്തെ 2-ാമത്തെ ഖുതുബയും ഒറ്റൊന്നാണ്. പിന്നെ ഖുതുബയുടെ ഏടിൽ അങ്ങനെയാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഖുതുബ നടത്തിയിരുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വസ്തുത മനസ്സിലാക്കിയ ആളുകൾ 1936 മുമ്പ് അവർ ഇതിന്റെ പരിഭാഷ മിമ്പറിൽ നിന്നുകൊണ്ട് ഈ വാചകങ്ങൾ വായിക്കുകയും അതിന്റെ പരിഭാഷപ്പെടുത്തി കൊടുക്കുകയും ചെയ്തിരുന്നു. യാതൊരു എതിർപ്പും സമൂഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനം അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു വന്നു. ആ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു മുഖ്യമായ ഒരു പ്രവർത്തനമായിരുന്നു വെള്ളിയാഴ്ച മിമ്പറിൽ നടക്കുന്ന ഖുതുബകൾ സ്വതന്ത്രമായി അത് മാതൃഭാഷയിൽ ആകണം എന്ന്. കാരണം അപ്പോഴാണ് ഇമാം നബി പറഞ്ഞ മഖ്സൂദുൽ ഖുതുബത്തി അൽ വഅദ്, വഅദാണ്, ഉപദേശമാണ് ഖുതുബയുടെ ഉദ്ദേശം എന്ന്. അതോടൊപ്പം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പണ്ഡിതന്മാരെല്ലാം ഷാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങൾ ഓതിപ്പടിച്ച ആളുകളായതുകൊണ്ട് ആ ഷാഫി മദ്ഹബിൽ പറയുന്ന 5 അർക്കാനുകൾ അത് നിർവഹിച്ച് അതിനുശേഷം മലയാളത്തിൽ പ്രസംഗിക്കുക എന്ന സമ്പ്രദായമാണ് ജനങ്ങളിൽ അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ മദ്ഹബിൽ പറഞ്ഞ ഈ 5 റുക്കുനുകളാവുകയും ചെയ്തു.
തവാബികൾ എന്ന് പറയുന്ന കൂടുതലുള്ള ഉപദേശങ്ങൾ അത് മലയാളത്തിലാകുമ്പോൾ ആളുകൾക്കത് പഠിക്കാൻ അങ്ങനെയുള്ള ഖുതുബകൾ കേട്ട് എത്രയോ ആളുകളുടെ മനസ്സിലേക്ക് സത്യത്തിന്റെ പ്രകാശം കടന്നു വന്നു. എനിക്കറിയാവുന്ന എത്രയോ ആളുകളുണ്ട്. അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പ്രസംഗം കേൾക്കാൻ, വെള്ളിയാഴ്ചത്തെ ഖുതുബ കേൾക്കാൻ വേണ്ടി കോഴിക്കോട് പട്ടാളപ്പള്ളിയിലേക്ക് അവർ പോയിരുന്നത്. അതുപോലെ ചില പ്രത്യേക പണ്ഡിതന്മാരുടെ ഖുതുബകൾ, ആ ഖുതുബ കേട്ടുകൊണ്ടാണ് ഞാൻ ദീൻ ഇസ്ലാം പഠിച്ചത് എന്ന് പറഞ്ഞ എത്രയോ കാരണവന്മാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു നിലപാട് തുടർന്നു വന്നപ്പോൾ സമസ്തക്കാരെന്ന് പറയുന്ന ഒരു വിഭാഗം പിന്തിരിപ്പൻ പണ്ഡിതന്മാര് അവര് മീൻചന്തയിൽ വെച്ച്, കോഴിക്കോട് മീൻചന്തയിൽ വെച്ച് അവരൊരു തീരുമാനമെടുത്തു. ഖുതുബ മിമ്പറിൽ വെച്ച് അത് പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന്. ഈ സംസാരിക്കുന്ന എന്റെ പിതാവ് ഒരു സാധാരണ ഒരു സുന്നി പള്ളിയിലെ ഖതീബായിരുന്നു. അദ്ദേഹം 1942 മുതൽക്ക് 1976 വരെ ഇസ്ലാഹി പ്രസ്ഥാനം എന്റെ പ്രദേശത്തേക്ക് കടന്നു വരികയും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്കുള്ള പ്രവർത്തനങ്ങളും അതിന്റെ കാര്യങ്ങളുമൊക്കെ നാട്ടിൽ നടപ്പാക്കുന്ന കാലഘട്ടം വരെ എന്റെ നാട്ടിൽ മിമ്പറിൽ വെച്ച് ഈ നബാത്തത്തുൽ മിസ്രിയയുടെ ഖുതുബ പാരായണം ചെയ്യുകയും അത് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ അത് പോരാ, ശരിക്കുള്ള സ്വതന്ത്രമായ ഖുതുബ നിർവഹിക്കണമെന്ന് അവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കൊണ്ട് ആഹ്വാനങ്ങൾ വരികയും അങ്ങനെ വന്നപ്പോൾ അവിടെ നിന്ന് രാജിവെച്ചോട് ഒഴിയുകയും പിന്നീട് എൻ്റെ ഉപ്പ വയനാട്ടിലുള്ള പെണങ്കോട് പ്രദേശത്ത് സ്വതന്ത്രമായി ജുമാ ഖുത്ബ നിർവഹിക്കുന്ന പള്ളിയിലേക്ക് മാറുകയുമാണ് ചെയ്തത്. ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആദ്യകാല പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഖതീബുമാരുടെ ഉറുദി കേൾക്കാൻ, തർജുമ കേൾക്കാൻ വരെ ആളുകൾ സന്നദ്ധരായിരുന്നു. നബാത്തത്തുൽ മിസ്രിയയുടെ ജുമാ ഖുതുബയുടെ ഒരു പരിഭാഷ നമ്മുടെ നാട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പരിഭാഷയുടെ ആ മുഖത്തിൽ അന്നത്തെ സമസ്തയുടെ 40 പണ്ഡിതന്മാരും അവിടെ പേര് വെച്ച് ഒപ്പിട്ടിട്ടുണ്ട്. ഈ പരിഭാഷ തർജുമ എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ വെച്ച് അത് സാധാരണക്കാരെ വായിച്ച് കേൾപ്പിക്കുന്നത് വളരെ ഫലപ്രദവും നാഫിഉമായ കാര്യമാണ് എന്ന് അവർ പേര് വെച്ച് ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ സംഘടനാ പ്രവർത്തനങ്ങൾ വന്നപ്പോഴാണ് ഈ പിന്തിരിപ്പൻ പണ്ഡിതന്മാര് ഇത് പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്നും മിമ്പറിൽ അറബി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നും ശഠിച്ചത്. അവരോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ ഖുതുബകൾ അല്ലാഹുവിന്റെ റസൂൽ നടത്തിയ ഖുതുബയല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ ഖുതുബയല്ല, ഉമർ ഫാറൂഖ് ഉസ്മാൻ അഫ്ഫാൻ നടത്തിയ ഖുതുബയല്ല, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ഖുതുബ നടത്തിയല്ല, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആദ്യകാല നൂറ്റാണ്ടുകളിൽ ആരും നടത്തിയ ഖുതുബയല്ല, മറിച്ച് 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരാളുടെ ഖുതുബയാണ്. ആ ഖുതുബയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? എല്ലാ ഖുതുബയുടെ തുടക്കത്തിലും അതിനൊരു ഹെഡിങ് ഉണ്ട്. അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഒരു വാചകം എന്താണ്? മരണത്തെക്കുറിച്ചും മാദിനെ കുറിച്ചുമുള്ള പരാമർശമാണ് ഇതിലുള്ളത് എന്ന്. അതിൽ നിന്ന് വ്യത്യസ്തമായി 5-6 ഖുതുബകൾ മാത്രം കാണാൻ സാധിക്കും. അതിൽ ഒരു ഖുതുബയിൽ ഇങ്ങനെ കാണാം, വഫാത്തു ഉഖ്തി സൈഫിദ് ദൗല എന്ന് കാണാം. അതായത് ശവ്വാൽ മാസത്തിലെ ഖുതുബയിലാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതായത് പണ്ട് കാലത്ത് സിറിയയിലെ ഹലപ്പോ എന്ന് പറയുന്ന പ്രദേശത്ത് 3 സഹോദരന്മാർ ഭരണം നടത്തിയിരുന്നു. ഒന്ന് സൈഫുദ് ദൗല, റുക്നുദ് ദൗല, അദുദുദ് ദൗല. 3 ഭരണാധികാരികളാണ്. അതിന് സൈഫുദ് ദൗലയുടെ സഹോദരി ഹൗല മരിച്ചു. ഹൗല മരിച്ചപ്പോൾ അന്ന് അത് വെള്ളിയാഴ്ച ആയേക്കാം, അല്ലെങ്കിൽ തലേ ദിവസം വ്യാഴാഴ്ച മരിച്ചിട്ടുണ്ടായേക്കാം. വെള്ളിയാഴ്ച ഖതീബ് മിമ്പറിൽ കയറി അദ്ദേഹം ഭരണകർത്താക്കളെ പ്രശംസിക്കുകയും അവരെ അവദാനങ്ങൾ പറയുകയും അവരുടെ ബഹുമതികളും സ്നേഹങ്ങളൊക്കെ വാങ്ങുക എന്നത് പഴയ കാലത്തെ ഈ കൊട്ടാര കവികളുടെയും കൊട്ടാര സാഹിത്യകാരന്മാരുടെയൊക്കെ സമ്പ്രദായമാണെന്ന്. അതുകൊണ്ട് സൈഫുദ് ദൗലയുടെ പെങ്ങൾ മരിച്ചപ്പോൾ ആ പെങ്ങൾക്ക് പൊറുക്കലിനെ തേടിക്കൊണ്ടൊക്കെയുള്ള പ്രസംഗമാണ് അതിലെ ഉള്ളടക്കം. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഇപ്പൊ കോഴിക്കോട് പട്ടണത്തിലോ പട്ടാമ്പി പട്ടണത്തിലോ
അതല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലോ ഒറ്റപ്പാലത്തോള്ള പള്ളിയുടെ മിമ്പറിൽ കയറിയിട്ട് സൈഫുദ്ദൗലയുടെ പങ്കളി മരിച്ചതിന്റെ വിലാപം പാടിയത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആർക്കാണ് സൈഫുദ്ദൗലയെ അറിയാം? ആർക്കാണ് ഹൗലയെ അറിയാം? അതേ അവസരത്തിൽ നമുക്കത് പഠിച്ചിരിക്കേണ്ട തത്വമുണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്നൊരാൾ മരിച്ചാൽ നാളെ വെള്ളിയാഴ്ചയാണ്, നമുക്ക് ജനങ്ങളെ ബോധവൽക്കരിക്കാം. ഇതാ എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിച്ച ആളാണ്, രാജാവാണ്, അമീറാണ്, രാജപത്നിയാണ്, രാജകുമാരിയാണ്. ആ കൊട്ടാരങ്ങളും സൗകര്യങ്ങളും വിട്ടേച്ചുകൊണ്ട് അവർ പോയില്ലേ? ഈ സാധാരണക്കാരായ നമ്മുടെ സ്ഥിതി എന്താണ്? എല്ലാവരും മരിച്ചു പോവേണ്ടവരാണല്ലോ. അതുകൊണ്ട് മരണത്തെ നിങ്ങൾ ഓർക്കുക, ഖിയാമത്തിനെ ഓർക്കുക, ആഖിറത്തിനെ ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ബോധനം നടത്തണം എന്നുള്ള ഒരാശയം അതിൽ നിന്ന് കിട്ടുന്നു. എന്നാൽ അറബി ഭാഷയിലുള്ള ഈ ഗ്രന്ഥം പാരായണം ചെയ്തത് കൊണ്ട് എന്ത് വയലാണ് അവർക്കതിൽ നിന്ന് കിട്ടാനുള്ളത്? വേണ്ട, ഖുർആൻ തന്നെ പാരായണം ചെയ്തു വിചാരിക്കുക. മിമ്പറിൽ വെച്ച് ഖുർആൻ തന്നെ പാരായണം ചെയ്തു, എന്ത് കിട്ടുന്നു? ഒന്നും കിട്ടുന്നില്ല. നബാത്തി ഖുതുബയിൽ നമുക്ക് മറ്റൊരു കാര്യം കൂടി കാണാൻ സാധിക്കുന്നു. അതായത് ബലിപെരുന്നാളിന് അറഫാത്ത് ദിനത്തിൽ ആളുകൾ സമ്മേളിക്കുന്നതിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. എന്താ പറയുന്നത്? ഒരു ദുൽഹജ്ജ് മാസം 8-ാം തീയതിയാണ്, രണ്ടാമത്തെ ഖുതുബയാണ്. എന്താണ് പറയുന്നത്? ഒദൻ നാളെ നിങ്ങളുടെ സഹോദരന്മാർ അറഫാത്തിൽ ഇതാ സമ്മേളിക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ഖുതുബയിലാണ്. വെള്ളിയാഴ്ച 1-ാം തീയതിയാണ്, 8-ാം തീയതി വെള്ളിയാഴ്ച രണ്ടാമത്തെ ഖുതുബയാണ്. പിറ്റേ ദിവസം 9-ാം തീയതിയാണ്. നാളെ നിങ്ങളുടെ സഹോദരന്മാർ അറഫാത്തിൽ സമ്മേളിക്കുന്നു എന്ന് ഈ ഖുതുബയിൽ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു 1-ാം തീയതി ശനിയാഴ്ചയാണ് നോക്കുക. 1-ാം തീയതി ശനിയാഴ്ചയാവുമ്പോൾ 7-ാം തീയതി ആയിരിക്കും 1-ാമത്തെ ഖുതുബ വരിക. രണ്ടാമത്തെ ഖുതുബ വരുന്നത് 7-ഉം 14-ാം തീയതി ആയിരിക്കും. ഈ 14-ാം തീയതിയാണ് നമ്മുടെ ഖതീബ് മിമ്പറിൽ കയറിക്കൊണ്ട് നാളെ നിങ്ങളുടെ സഹോദരന്മാരെല്ലാം അറഫയിൽ സമ്മേളിക്കുന്നു എന്ന് ഖുതുബ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അയ്യാമു തശ്രീഖിന് 2 ദിവസം കഴിഞ്ഞാൽ മന്ത്രിമാരും നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളും അതുമൊക്കെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടാവും. അറബികൾ ടെന്റ് പൊളിച്ചു പോയിട്ടുണ്ടാവും. സൗദി അറേബ്യയിലുള്ള ആളുകളൊക്കെ അവർ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നാട്ടിലെത്തിയ ആളുകളെ അവരെന്നെ ഒരു പക്ഷേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും. അവരോടാണ് പറയുന്നത്, നാളെ നിങ്ങളുടെ സഹോദരന്മാർ അറഫയിൽ സമ്മേളിക്കുന്നു എന്ന്. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും തിരിയാതെ എന്താണ് പറയുന്നതെന്ന് വായിക്കുന്ന ആൾക്കും അറിയില്ല, കേൾക്കുന്ന ആളുകൾക്കും അറിയില്ല. അങ്ങനെ തിരിയാത്ത രൂപത്തിൽ ജുമാ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാനത്തിൽ കത്തിവെക്കലാണ്. ഒരു ഖുത്ബ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരമാക്കാൻ പറ്റില്ല. കാരണം ഒരു സമൂഹത്തെ നിയന്ത്രിക്കാനുള്ള ഏക മാർഗമാണത്. ഞാൻ പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ എന്തിനാണ്? ജൂതന്മാർക്ക് വന്ന ഈ വിവരമില്ലായ്മ, തൗറാത്ത് വിസ്മരിച്ച അവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവരുത്. അവർക്ക് അല്ലാഹുവിനെ പറ്റി അറിയണം, യൗമുൽ ആഖിറിനെ കുറിച്ച് അറിയണം, ഖിയാമത്തിനെ കുറിച്ച് അറിയണം, പരലോകത്തെ കുറിച്ച് അറിയണം, അല്ലാഹുവിന്റെ ദീനിലെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങി കർമാനുഷ്ഠാനങ്ങളെ കുറിച്ച് അറിയണം, അയൽവാസികളോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയണം, വിരുന്നുകാരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയണം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. കച്ചവടം ചെയ്യേണ്ടത് അറിയേണ്ടതില്ലേ? ഒരു അധ്യാപകന്റെ ബാധ്യത അവൻ പഠിക്കേണ്ടതില്ലേ? ഒരു വിദ്യാർത്ഥി തന്റെ ബാധ്യത അറിയേണ്ടതില്ലേ? മാതാപിതാക്കളോടും ഭാര്യ ഭർത്താക്കളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും അറിയേണ്ടതില്ലേ? മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള കടമകളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും അറിയേണ്ടതില്ലേ? ഇതൊക്കെ മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിക്കാൻ ഉള്ള ഏക അവസരം വെള്ളിയാഴ്ചത്തെ ആ ഖുത്ബ മാത്രമാണ്. അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളിൽ നിങ്ങൾ നോക്കൂ, നേരത്തെ ഈ ആയത്തിന്റെ എന്റെ തൊട്ട് പറയുക അല്ലാഹു പറഞ്ഞെന്താണ്? ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയസക്കിഹിം വയഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ഫി ളലാലിൻ മുബീൻ. അക്ഷരജ്ഞാനമില്ലാത്ത ആളുകളിൽ അല്ലാഹു തആല പ്രവാചകനെ നിയുക്തനാക്കി. ആ പ്രവാചകൻ അല്ലാഹുവിന്റെ കിതാബ് പഠിപ്പിച്ചു കൊടുക്കുന്നു,
ഹിക്മത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നു, അവരെ സംസ്കരിച്ചെടുക്കുന്നു. അത് പറഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? എന്താ നമ്മൾ പഠിച്ചിരിക്കേണ്ട പൊരുളുണ്ട്. നമ്മളൊക്കെ കേരളത്തിൽ ആളുകൾ സാക്ഷരതയിൽ വളരെ മുന്നിലാണ്, അല്ലെങ്കിൽ 100% സാക്ഷരരാണ് എന്നൊക്കെ നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും എഴുത്തും വാരിയും അറിയാത്തവരാണ്. അവർക്ക് മതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്നും വിഷയങ്ങൾ വായിച്ചു പഠിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഉപദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വയലിന്റെ ഏറ്റവും ഒന്നാമത്തെ മാർഗം അത് കേൾക്കുക എന്ന് തന്നെയാണ്. വയലുകൊണ്ട്, ഉപദേശം കൊണ്ട്, അങ്ങനെയാണ് ഈ ലോകത്ത് ദീന് പ്രചരിച്ചിട്ടുള്ളത്. അത് എന്നും നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ സമ്പ്രദായം എടുത്തു മാറ്റാൻ സാധ്യമല്ല. അതിനാൽ നാം മനസ്സിലാക്കുക, ജുമുഅ ഖുത്ബയുടെ ഭാഷ പ്രാദേശിക ഭാഷയായിരിക്കണം. സന്നിഹിതരായ ആളുകൾ, അവർക്ക് കൂടിയ ഭൂരിപക്ഷം ആളുകൾ ഏത് ഭാഷ സംസാരിക്കുന്നവരാണോ, ഏത് ഭാഷ സംസാരിച്ചാലാണോ അറിയുന്നത്, ആ ഭാഷ സംസാരിക്കണം. അത് മലയാളത്തിൽ വേണ്ട നിർബന്ധമൊന്നുമില്ല. നമ്മുടെ മലയാളത്തിൽ തന്നെ, കേരളത്തിൽ ഒരു കറിയയിൽ, ഒരു ഗ്രാമത്തിൽ അവിടെ 1000 ആളുകളുണ്ട്. അവർ 900 ആളുകൾക്കും അറബി ഭാഷ നന്നായിട്ട് അറിയാമെങ്കിൽ അവിടെ അറബിയിൽ കുത്തുബ നടത്താം. പക്ഷെ നബാത്തി കുത്തുബ വായിക്കണമെന്നല്ല. ആ ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രസംഗം അറബി ഭാഷയിൽ അവിടെ നടത്താം. നിങ്ങൾ നോക്കൂ, പാലക്കാട് ജില്ലയുടെ ഒറ്റപ്പാലം മുതൽക്ക്, പിന്നെ പത്തിരിപ്പാലം മുതൽക്ക് അങ്ങോട്ട് പാലക്കാടിന്റെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക് കൊഴിഞ്ഞാമ്പാറ, മീനാക്ഷിപുരം, ഗോപാലപുരം, പിന്നെ കൊല്ലംകോട് തുടങ്ങിയ ചില ഏരിയകളുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം മലയാളത്തെക്കാളേറെ തമിഴ് ഭാഷ സംസാരിക്കുന്ന ആളുകളാണ്. കാരണം അവിടെ നിന്നൊക്കെ പൊള്ളാച്ചിയിലേക്ക് അങ്ങോട്ട് കടന്നാൽ, അല്ലെങ്കിൽ ഇങ്ങോട്ട് കോയമ്പത്തൂരിലേക്ക് കടന്നാൽ എല്ലാം തമിഴുമായുള്ള ബന്ധമാണ്. അത്തരം പ്രദേശങ്ങളിൽ തമിഴിലാണ് ഖുത്ബ നടത്തേണ്ടത്. തൃശ്ശൂര് പിന്നെ അങ്ങാടിയിൽ ചെട്ടിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ തമിഴിലായിരുന്നു ഖുത്ബ, തമിഴ് ഭാഷയിൽ. ലോകത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ഈ ആശയം മനസ്സിലാക്കിയ പണ്ഡിതന്മാർ ആ നാടുകളിൽ പള്ളികളിൽ സന്നിഹിതരായ ആളുകൾക്ക് അറിയാവുന്ന ഭാഷ. നമ്മുടെ കേരളം വിട്ടാൽ ഇന്ത്യയുടെ മിക്ക സംസ്ഥാനങ്ങളിലും മുസ്ലിമീങ്ങൾ ഉറുദു അറിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഉറുദുവിലാണ് ആ പ്രദേശങ്ങളിലെല്ലാം ഖുത്ബ നിർവഹിക്കപ്പെടുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശക്തമായ പ്രചാരണവും പ്രവർത്തനവും വന്നപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളത്തിലും ഒട്ടേറെ മാറ്റങ്ങളുണ്ടായി. ഇന്ന് സമസ്തയിലെ അംഗങ്ങളാണ്, ഞങ്ങൾ സുന്നികളാണ് എന്ന് പറയുന്ന ആളുകൾ പോലും മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കപ്പെടുന്ന പള്ളികളിലേക്കാൾ വെള്ളിയാഴ്ച വരാൻ അവർ താല്പര്യം കാണിക്കുന്നത്. സംഘടനയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് സംഘടനാ പ്രവർത്തനം അവർ വരുന്നില്ലെങ്കിലും വെള്ളിയാഴ്ച ഒരു ഉപദേശം കേൾക്കാൻ അവർക്ക് താല്പര്യമുണ്ട്. എനിക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. എൻ്റെ അനുഭവങ്ങൾ വിശദീകരിക്കാൻ ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ നാട്ടിലെ എന്നെ ആദർശപരമായി എതിർക്കുന്ന ആളുകൾ പോലും ഞാൻ ഖുത്ബ നിർവഹിക്കുന്ന പള്ളികളിൽ അവർ എൻ്റെ ഖുത്ബ കേൾക്കാൻ അവർ വരാറുണ്ട്. അതൊരു മാറ്റമാണ്. കാരണം അതൊരാവശ്യമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏതാനും ചില പണ്ഡിതന്മാർ മാത്രമാണ് ഇതിൽ കർശന നിലപാട് സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ദുശാഠ്യം പിടിക്കുന്നത്. അവർക്ക് വിഷയം തിരിയാത്തത് കൊണ്ടല്ല, അവർ മുമ്പ് കാലത്ത് അങ്ങനെ പറഞ്ഞു പോയി എന്ന ഒറ്റ കാരണത്താലാണ്. എന്നാൽ അള്ളാഹുവിനെ പേടിക്കുന്ന, ആഖിറത്തിൽ എത്തേണ്ടതുണ്ട് എന്ന് ഭയപ്പെടുന്ന പണ്ഡിതന്മാര് മാറി നിന്ന് അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും മിമ്പറിൽ വെച്ച് തന്നെ സ്വതന്ത്രമായി മലയാളത്തിൽ ഖുത്ബ നിർവഹിക്കാൻ അവസരം കിട്ടിയതിൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും ചെയ്തതായി എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ പ്രദേശത്തുള്ള ഒരാൾ, അദ്ദേഹം ഒരു കാമിലിയാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ അദ്ദേഹത്തിന് ഈ ആദർശം മനസ്സിലാക്കുകയും അദ്ദേഹത്തിന് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ അനുജന്മാരൊക്കെ സ്കൂളിലും അതുപോലെ കോളേജിലുമായി എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികളാണ്. അദ്ദേഹം നാട്ടിലിപ്പോൾ വന്നപ്പോൾ ഞാൻ ഫോൺ ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ വരുത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗലവി, ഇപ്പോൾ എന്തോ ഒരു ആശ്വാസം തോന്നുകയാണ്. കാരണം പഠിച്ച കാര്യങ്ങൾ ഞാനൊന്നും വിശദീകരിച്ചു കൊടുത്തില്ല. കാരണം ഒക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഈ വെളിച്ചങ്ങൾ മനസ്സിലേക്ക് കിട്ടിയേ വേണ്ടുള്ളൂ. ഒരു ടോർച്ച്
അതങ്ങനെ ആ ലൈറ്റ് അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ പ്രകാശം അവിടെ തെളിയുകയാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലായതാണ്. ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടിയ ഒരു പ്രതീതി തോന്നുകയാണ് എന്ന് ഞാൻ നീട്ടി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് സംഗതി ഒരു വലിയ വിഷയം തന്നെയാണ്. കാരണം ഒരു സമുദായത്തിന്റെ നിലനിൽപ്പ്, ആദർശപരമായ നിലനിൽപ്പ്, ദീന് പഠിച്ചുകൊണ്ടുള്ള കർമാനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനമുണ്ടാകുന്നത് ഈ വെള്ളിയാഴ്ചയിലെ നസീഹത്തോടു കൂടിയാകുന്നു. ഇത് നമ്മുടെ ആദ്യകാല പണ്ഡിതന്മാരെല്ലാവരും മനസ്സിലാക്കുകയും അതവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു തമാശ എനിക്ക് ഇപ്പോൾ സമയത്ത് പറയാൻ തോന്നുകയാണ്. മിമ്പറിൽ വെച്ച് അനർബി ഭാഷയിൽ ഒന്നും ഉരിയാടരുത് എന്ന് വളരെ കർശന നിലപാടുള്ള ഒരു മുസ്ലിയാർ ഒരിക്കൽ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കെ പള്ളിയുടെ തട്ടിന്റെ മുകളിൽ വെച്ച് കുട്ടികൾ വളരെ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ നിവൃത്തിയില്ലാതെ മിണ്ടല്ലടാ എന്ന് പറയേണ്ടി വന്നു. ഒരു 5-6 കൊല്ലങ്ങൾക്ക് മുമ്പ് നാട്ടിൽ നടന്ന ഒരു സംഭവമാണത്. ഉസ്കുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്ന് മിണ്ടാതിരിക്കുന്നതിന് ഉസ്കുത്തു എന്ന് മുസ്ലിയാർ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം നടത്തുന്ന ഖുത്ബയുടെ ഒരു ഭാഗമാണെന്ന് വിചാരിക്കും. അപ്പൊ കുട്ടികളോട് അടങ്ങിയിരിക്കാൻ ഉസ്കുത്തു എന്ന് പറയാതെ മിണ്ടാതിരിക്കില്ലെന്ന് ദേഷ്യത്തിൽ പറയേണ്ടി വന്നു. ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിംമാർ കുത്തിപ്പിടിച്ച് നിൽക്കുന്ന അവിടെ വാള് കയ്യെന്ന് വീണപ്പോൾ ആ വാള് കെട്ട് എടുത്തു തരില്ലെന്ന് പറയണ്ട ഗതികേട് വരെ അവർക്ക് മലയാളത്തിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ ഒന്നാമത്തെ ഗ്രന്ഥമായ ഇമാം ഷാഫിയുടെ അദ്ദേഹത്തിന്റെ കിതാബിൽ ഉമ്മ വരെ കലാമുന്നാസിൽ ആളുകളുടെ ഭാഷയിൽ ഖുത്ബ നിർവഹിക്കാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ നാം ഈ വിഷയത്തിൽ സാധാരണക്കാർ ബോധവാന്മാരാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉപദേശിക്കുന്നത്. നിങ്ങളുടെ കച്ചവടം ഒഴിവാക്കി, കൃഷി ഒഴിവാക്കി, മറ്റിടപാടുകളൊക്കെ ഒഴിവാക്കി അരമണിക്കൂർ സമയം നിങ്ങൾ അല്ലാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നു. നിങ്ങൾ വെള്ളിയാഴ്ചത്തെ ഖുത്ബയുടെ ആ സാഹചര്യങ്ങൾ നോക്കണം. ലോകത്ത് ഇത്രയും ശാന്തമായ അന്തരീക്ഷത്തിൽ ഒരു പ്രസംഗം നടത്തുന്ന വേദി ലോകത്തെവിടെ കാണാൻ സാധ്യമല്ല. എല്ലാവരും ഉന്നെടുത്ത് ഏത് വലിയ വമ്പന്മാര ഐക്യരാഷ്ട്രസഭയുടെ യോഗം ചേരുകയാണെങ്കിൽ പോലും ഉന്നുമുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെയും. എന്ന് പറഞ്ഞാൽ ഉന്നുമുറിയാനുള്ള കീഴ്വായി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും അത് വലിയ രാഷ്ട്രസമ്മേളനം നടക്കുകയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, വലിയ സമ്മേളനങ്ങളിലൊക്കെ നടക്കുന്ന ആളുകൾ മുദ്രയിക്കാൻ പോകുന്നു, ചിലർ വീഡിയോ കളിച്ചുകൊണ്ടിരിക്കുന്നു, വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ വെള്ളിയാഴ്ച മിമ്പറിൽ ഖത്തീബ് കയറിയാൽ ഖത്തീബിന് വൃത്തിയുണ്ട്, ശുദ്ധിയുണ്ട്. ആ സദസ്സിലിരിക്കുന്ന ആളുകളൊക്കെ ശുദ്ധിയുള്ളവരാണ്. ഒരാൾ പോലും ഒരക്ഷരം ഉണ്ടെന്നില്ല. അല്ലാഹു റസൂൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, വലായത്തകല്ലമന്നഅഹദുൻ, നിങ്ങൾ ആരും ഇമാമ് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. അങ്ങ് സംസാരിച്ചാൽ ഫഖദ് ലഗാ, അവൻ വ്യർത്ഥമായ കാര്യമാണ് ചെയ്തത്. വമൻ ലഗാ ഫലാ ജുമുഅത ല, ലഗു ചെയ്തവന് ജുമുഅയില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പോൾ വളരെ നിശബ്ദരായി ഖതീബിന്റെ ഇമാമിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ മതപരമായി ബാധ്യസ്ഥതയുള്ള ഒരു സദസ്സാണ് ആ വെള്ളിയാഴ്ചത്തെ സദസ്സ്. ആ സദസ്സിൽ വെച്ച് ഇമാമിന്റെ നിർദ്ദേശം കേൾക്കണം. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളുകൾ ഉറുദുവില്, തമിഴില്, തെലുങ്കില്, അതുപോലെ മലയാളത്തില്, കന്നഡയില്, അത് ഇംഗ്ലീഷ്, നമ്മുടെ കേരളത്തിൽ പോലും ഇംഗ്ലീഷിൽ ഖുത്ബ നിർവഹിക്കുന്ന യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ, എഞ്ചിനീയറിംഗ് ക്യാമ്പസുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അതെ, ഈ വെളിച്ചം കിട്ടിയ ആളുകളൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ആളുകൾക്ക് സത്യം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഇതിൽ മതപരമായി യാതൊരു തർക്കത്തിന്റെയും ആവശ്യമില്ല. ഒന്ന്, റസൂലുള്ളാഹിയുടെ നടപടിക്രമത്തിൽ നിന്ന് നമുക്കത് മനസ്സിലായി. ഖുലഫാഉർ റാഷിദീൻ എന്ന നടപടിക്രമത്തിൽ നിന്ന് മനസ്സിലായി. ആ നടപടിക്രമങ്ങളിൽ നിന്ന് ഫുഖഹാക്കൾ കണ്ടെത്തിയ ഇജ്തിഹാദിന്റെ ഫലമായി അവരും പറഞ്ഞു, അറബിയത്തി, അർക്കാനുകളല്ലാത്തതൊക്കെ അനർബി ഭാഷയിൽ ആകാൻ വിരോധമില്ല. ചില ആളുകൾ ഒന്നുകൂടി മുന്നോട്ട് കടന്നവരെഴുതി, അങ്ങനെ അനർബി ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ റുക്കുനുകൾ ആവർത്തിക്കണമെന്ന്. അത് ഫിഖിന്റെ ഒരു മസ്അലയാണ്. അർക്കാനുകൾക്കിടയിൽ ഈ അനർബി ഭാഷയുടെ സംസാരം കുറച്ച് നീണ്ടാൽ മുവാലാത്ത് മുറിഞ്ഞു പോകുന്നതാണ്. മുവാലാത്ത് തുടർച്ച മുറിഞ്ഞു പോകും. അതുകൊണ്ട് മുവാലാത്ത് കിട്ടാൻ വേണ്ടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനത്തെ ഇഖ്ലാസുള്ള ഉലമാക്കൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്.
ഞാൻ തന്നെ ചെറുപ്പകാലത്ത് കേട്ടിട്ടുണ്ട്. നീണ്ട പരിഭാഷ നടത്തുകയും എന്നിട്ട് അവസാനത്തിൽ ഖുത്ബയുടെ അവസാനത്തിൽ അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് രണ്ടാമതൊന്നുകൂടി പിന്നെ അതിൻ്റെ അർക്കാനുകൾ. ഇങ്ങനെ അർക്കാനുകൾ വേണമെന്നൊന്നും നാം നിബന്ധന വെക്കുന്നില്ല. അത് ശാഫി മദ്ഹബിലെ ഫിഖ്ഹിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യമാണ്. നമുക്ക് റസൂൽ നടത്തിയതുപോലെ ഒരു ഖുത്ബത്തുൽ ഹാജയുടെ മുഖവര പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കറിയുന്ന ഭാഷയിൽ സംസാരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിൽ ഞാൻ പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വേറൊരു സാന്ദർഭമായ ഒരു കാര്യം കൂടി പറയട്ടെ. വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്ന ആളുകൾ ഈ ഖുത്ബയുടെ മഖ്സൂദ് ലഭ്യമാകാൻ അവർ നേരത്തെ ജുമുഅക്ക് വരണം. റസൂലുള്ള പറഞ്ഞു, ഏറ്റവും നേരത്തെ വരുന്നവർക്ക് ഒരു ഒട്ടകത്തിന് അറുത്ത പ്രതിഫലമുണ്ട്, പിന്നെ വരുന്നവർക്ക് പശുവിന് അറുത്ത പ്രതിഫലം, പിന്നെ വരുന്നവർക്ക് ആടിന് അറുത്ത പ്രതിഫലം, പിന്നെ കോഴിയെ, പിന്നെ കോഴിമുട്ടയെ എന്നൊക്കെ. ഇതൊരു പ്രോത്സാഹനമാണ്. സഹാബാക്കളൊക്കെ വളരെ നേരത്തെ ജുമുഅക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ആശയം മനസ്സിലാക്കിയ നമ്മുടെ ആളുകൾ പോലും ജുമുഅക്ക് രണ്ടാമത്തെ ഖുത്ബയുടെ നേരത്ത് അല്ലെങ്കിൽ ദുആന്റെ നേരത്ത് ചില ആളുകൾ നമസ്കാരത്തിന്റെ സമയത്ത് മാത്രം വരുന്നു. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരം മാത്രമല്ല ഖുത്ബയും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടും കൂടി ചേർന്നതാണ് ജുമുഅ. അതിനാൽ വെള്ളിയാഴ്ച മിമ്പറിൽ ഇമാമ് കയറുന്നതിന് മുമ്പ് വുളു എടുത്ത് പിന്നെ പള്ളിയിൽ നേരത്തെ വന്നിരിക്കും. ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകളിലും പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടുക. എന്നിട്ടോ ഇമാമ് മിമ്പറിൽ കയറിയാൽ ശ്രദ്ധാപൂർവം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുക. ഇതാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം സത്യമായി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അസത്യം അസത്യമാണെന്ന് മനസ്സിലാക്കി അതിനെ തള്ളിക്കളയാനുള്ള ധൈര്യവും സ്ഥൈര്യവും പടച്ചതമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാതി യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.